ഞാന് ഓറിയോ കൊണ്ട് ചെയ്തെടുത്ത ഒരു കേക്കാണ് ഇത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും അടിപൊളിയായിട്ട് കിട്ടും. ഓറിയോ കൊണ്ട് 5ൽ കൂടുതൽ കേക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും നന്നായിട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ചോക്ലേറ്റ് ആയിട്ട് വന്ന വേറെ ഒരു കേക്കും ഇല്ല. ഈ കേക്കിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആണ്, പുറത്തും ചോക്ലേറ്റ് ആണ്. കമ്പനിയിൽ കണ്ട പോലെ ഈ അടിപൊളി ലാവ കേക്ക് ചെയ്യാൻ വെറും 4 ഇൻഗ്രീഡിയൻസ്. നിങ്ങളുടെ ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് വേഗം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. ഇതിന് വേണ്ടിയിട്ട് 10 രൂപയുടെ 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തു. ഇതിപ്പോ 2-3 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ ഇരട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ കേക്ക് കിട്ടും. അതായത് 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് 4 ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. അങ്ങനെ ഇനി അതിലേക്ക് 1/4 കപ്പ് പാല്, 3 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഒരു നുള്ളു ബേക്കിംഗ് സോഡ എന്നിവട്ട് അടിച്ചെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വേണമെങ്കിൽ തരില്ലാതെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം അടിച്ചപ്പോൾ കണ്ടില്ലേ കുറെ തരിയൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും അടിച്ചെടുത്തപ്പോഴാണ് തരില്ലാതെ കിട്ടിയത്. ഇത് വലിയ ജാറായതുകൊണ്ടാണ് കുറച്ചുള്ള പോലെ തോന്നുന്നത്. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ളൂ. കേക്ക് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് കുറെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് വെറും 30 രൂപയാണ് ചിലവായത്. ലാവ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് മുറിക്കുമ്പോഴൊന്നും ചോക്ലേറ്റ് വരണ്ടേ. അതിനായിട്ട് 10 രൂപയുടെ ഡയറി മിൽക്ക് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ എനിക്ക് 10ന്റെ ഡയറി മിൽക്ക് കിട്ടിയില്ല. 5ന്റെ ഒന്നേ ഉണ്ടായിരുന്നു അവിടെ ഡയറി മിൽക്ക്. പിന്നെ 5ന്റെ ഒരു മിൽക്കി ബാർ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ചോക്ലേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കി ഉള്ളിലേക്ക് തള്ളുമ്പോൾ വല്ലാണ്ട് അമർത്താതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ തട്ട് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം പലർക്കും അറിയുന്ന കാര്യമായിരിക്കും. അത് തുറന്നു നോക്കി ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയിട്ട് അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് ആയി നടത്താം. കേക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ട് നമ്മുടെ കേക്ക് സെറ്റ് ആയത്. അത് വല്ലാണ്ട് അമർത്തുമ്പോഴേക്കിന് ചോക്ലേറ്റ് പുറത്ത് വരുന്നുണ്ടായിരുന്നു. അതാണ് വല്ലാണ്ട് അങ്ങോട്ട് അമർത്താത്തത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ് കുത്തി താത്തിയത് കൊണ്ടാണ് അടിയിൽ ഇങ്ങനെ ചോക്ലേറ്റ് നിൽക്കുന്നത്. ഇത് കറക്റ്റ് ഒരു ലാവ കേക്ക് ആവണമെങ്കിൽ നിങ്ങൾ വല്ലാണ്ട് കുത്തി താത്താതെ നിൽക്കുക. ഇപ്പോൾ തന്നെ ഒരു ലാവ കേക്കാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കും കൂടി ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ചോക്ലേറ്റ് ആവും. അങ്ങനെ ഫൈനലി ഗായ്സ് നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കുന്നു നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. വെറും 30 രൂപയ്ക്ക് ഓവനില്ലാതെ മുട്ടയില്ലാതെ വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത്ര അടിപൊളിയായിട്ടൊരു കേക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നില്ല. ഗായ്സ് ജുവിനിക്ക് സ്വൈര്യം തരില്ല കേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. അത് കഴിക്കുമ്പോഴുള്ള ജുവിന്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഓൾറെഡി അടുത്തുനിന്ന് ഇനിയും അത് പീസ് വാങ്ങണ്ടായിരുന്നു. ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. പിന്നെ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. എൻ്റെ ഇനിയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പം ശരി.